നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലമാരിയുടെ കീ കാണാതെ വന്നു കഴിഞ്ഞപ്പത്തിന് സുകന്യക്ക് ടെൻഷനായി. അലമാരിക്കകത്താണ് തന്റെ ഗോൾഡ് ഇരിക്കുന്നത്. അതെടുക്കണമെങ്കിൽ കീ വേണം താനും. അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടതുമില്ല, ആർക്കോട്ട് അറിയത്തുമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒടുവിൽ എന്ത് ചെയ്തു? അലമാരിയുടെ പൂട്ട് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ സുകന്യ എന്ത് ചെയ്തു? ഒടുവിൽ അലമാരിയുടെ പൂട്ട് പൊളിക്കുകയാണ്. പൂട്ട് പൊളിച്ചു കഴിഞ്ഞപ്പത്തിനാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ. ധർമ്മൻ കടയിലേക്ക് പോയതായിരുന്നു. ധർമ്മൻ വരുമ്പോ കാണുന്ന കാഴ്ച സുകന്യ അലമാരയുടെ പൂട്ട് പൊളിച്ചാണ്. പെട്ടെന്ന് ധർമ്മം ചോദിച്ചു, നീ എന്താ സുകന്യ, ഇതെന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിച്ചു. അത് പിന്നെ ധർമ്മേട്ട, അലമാരയുടെ കീ കണ്ടില്ല, ആ കീ കാണാതെ പോയി, പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പൂട്ട് പൊളിച്ചെന്ന് പറഞ്ഞു. നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? കീ എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ധർമ്മേന്റെ കയ്യിലോ? അതെ, കീ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതെ, അറിയാതെ ഞാനേ അലമാര തുറന്നിട്ട് പൂട്ടി കഴിഞ്ഞപ്പോഴത്തേന് എന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയതാ. അത് തരാനായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യക്ക് ഭയങ്കര ടെൻഷനായി. ധർമ്മം വന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു? അലമാരക്കകത്തേക്കും സുകന്യയുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിലേക്ക് പിടിക്കുവാണ്. ഇതെന്തിനാ ധർമ്മേണ്ണി ഗോൾഡ് എടുത്തേ? ഇനി പണയം വെക്കാനോ മറ്റോ ആണോ? വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ? തന്റെ ഗോൾഡ് ധർമ്മേണ്ണ എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. പിന്നീട് ധർമ്മം നേരെ അതുമായിട്ട് ഗോമതിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്, ഹാളിലേക്ക്. അപ്പൊ ഗോമതിയും ഇത്രയും മീനാക്ഷിയെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് പോകുന്നത്. ആ സമയം സുകന്യ പിന്നാലെ തന്നെ ചെല്ലുവാണ്. ധർമ്മൻ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി ചേച്ചി ഈ സ്വർണം ചേച്ചിയുടെ കൈ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഗോമതി ചോദിച്ചു, സ്വർണം ഇതെന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഞങ്ങളുടെ മുറിയിൽ ഈ സ്വർണം ഇനി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുകന്യ അലമാരയുടെ പൂട്ട് പൊളിച്ചെന്ന് പറഞ്ഞു. പൂട്ട് പൊളിച്ചെന്നോ? മീനാക്ഷിയും ഇത്ര ഒരു അമ്പരപ്പോഴും കൂടി നോക്കുവാണ്. അതെ, പൂട്ട് പൊളിച്ചെന്ന് പറഞ്ഞു. അല്ല, എന്തിനാ സുകന്യ നീ പൂട്ട് പൊളിച്ചെന്ന് ഗോമതി ചോദിച്ചു. അത് പിന്നെ കീ കാണാതെ വന്നപ്പോ ഞാൻ പൂട്ട് പൊളിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, കീ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഇവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാൻ കീ കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പത്തേനും ഇവള് പൂട്ട് പൊളിച്ചെന്ന് പറഞ്ഞു. മീനാക്ഷി ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് പൂട്ട് പൊളിക്കേണ്ട കാര്യം ചേച്ചിക്ക് എന്തായിരുന്നു? ചേച്ചിക്ക് സ്വർണം വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, അത് പിന്നെ എങ്കിൽ പിന്നെ പൂട്ട് പൊളിക്കേണ്ട കാര്യം എന്താ? ധർമ്മം പറഞ്ഞു, ഇനിയിപ്പൊ ഗോമതി ചേച്ചി എന്നെ സ്വർണം സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടാണ് ബാലൻ വരുന്നേ. ബാലൻ ചോദിച്ചു, ഇതെന്തിനാ സ്വർണം ഗോമതിയെ കൊടുക്കണേ? അതിന്റെ ആവശ്യമില്ല ധർമ്മ, സ്വർണം നീ തന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. സുകന്യക്ക് സമാധാനമായി. സ്വർണം സൂക്ഷിക്കാൻ കിട്ടൂലോ, അപ്പൊ അതുകൊണ്ട് പണയം വെക്കോ വിൽക്കോ എന്തെങ്കിലും ചെയ്യാം എന്നൊരു പ്രതീക്ഷയായിരുന്നു. ആ സമയം ധർമ്മം പറഞ്ഞു, ബാലേട്ട ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ? ഞങ്ങളുടെ അലമാരിക്ക് പൂട്ടില്ലാന്ന് പറഞ്ഞു. പൂട്ടില്ലാന്നോ? അതേന്നേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, പൂട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പത്തേനും പൂട്ടല്ല കീ കാണാതെ വന്നു കഴിഞ്ഞപ്പത്തേനും സുകന്യ പൂട്ട് പൊളിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം ഗോമതി ഇത് സൂക്ഷിക്കേണ്ട, ഇതുകൊണ്ട് ലോക്കറി വെച്ചാൽ മതി. സുകന്യക്ക് സ്വർണത്തിന് ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ബാലൻ. ഇല്ല ബാലേട്ട, ഇല്ല. പിന്നെന്താ? മീനാക്ഷി ചോദിച്ചു, അല്ല സുകന്യച്ചയ്ക്ക് പണയം വെക്കാൻ പറ്റാ സ്വർണം വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിനാണോ പൂട്ട് വിളിച്ചേ? എനിക്ക് അങ്ങനെ പൈസയ്ക്കൊന്നും അത്യാവശ്യമില്ലെന്ന് പറഞ്ഞു. ധർമ്മനും പറഞ്ഞു, അവൾക്ക് എന്ത് പൈസയ്ക്ക് ആവശ്യം? പൈസയുടെ ആവശ്യമൊന്നും ഇല്ല ചേച്ചി, അതുകൊണ്ട് ഇത് കൊണ്ട് അങ്ങോട്ട് ലോക്കറി വെച്ചേക്കാൻ പറഞ്ഞു. സുകന്യ പെട്ടുപോയി. അപ്പോഴേക്കും ഗോമതി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഗോമതി, തൽക്കാലത്തേക്ക് അവളുടെയിലേക്ക് കൊടുക്കുക, പിന്നെ ലോക്കറി വെക്കാൻ പോകുന്ന സമയത്ത് മേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തനിക്ക് കിട്ടുമെന്നൊരു ചിന്തയായിരുന്നു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഇപ്പോഴാണെങ്കിലും പൂട്ടില്ലല്ലോ, അതുകൊണ്ട് ലോക്കറി കൊണ്ടുപോയി വെക്കുന്നോടം വരെ ചേച്ചി തന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. സുകന്യയുടെ സർവ്വ പ്ലാനും പദ്ധതികളും പൊളിഞ്ഞു പോയില്ലേ? എന്തേലും പറയാൻ പറ്റുമോ? ഇനിയിപ്പോ ഗോമതിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം കൈക്കലാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല താനും. കുറെ സമയം കഴിഞ്ഞപ്പോ സുകന്യ ഉദയഭാന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയം ശ്രീകല വന്നു പോയി നോക്കിക്കഴിഞ്ഞപ്പോ ഉദയഭാന്റെ ഫോൺ ബില്ലടിക്കും. സുകന്യ, ദേ മനുഷ്യ, നിങ്ങളെ സുകന്യ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അവള് വിളിക്കട്ടെ, നിങ്ങൾ കോൾ എടുക്കുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ? അവൾ ഇച്ചിരി വിളിച്ചു മടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോള് കട്ടായിപ്പോയി. 10 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചിട്ട് അവള് വിളിക്കുന്ന നിങ്ങൾക്ക് അത് തരാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊരു പുച്ഛഭാവം, പണം നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചു. എടി പണം വേണം, എങ്കിൽ പിന്നെ ഇപ്പൊ കോൾ എടുത്തല്ലേ പണത്തെക്കുറിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. എടി ഇതാ പറഞ്ഞേ, നിനക്ക് തലയ്ക്കകത്ത് ആള് താമസമില്ലെന്ന്. നമ്മൾ ഇവിടെ ഇത്തിരി ബുദ്ധി പ്രയോഗിക്കണം. എടി ഞാനിപ്പോ ഒരു കോടീശ്വരനല്ലേ. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് സുകന്യ വിളിക്കുന്ന ഉടനെ കോൾ എടുക്കാൻ പറ്റുമോ? ഇല്ല. വിളിച്ചെടുക്കാതെ ഒന്നേയുമ്പോ ഇത്തിരി കഴിയുമ്പത്തിന് അവള് വീണ്ടും ഇങ്ങോട്ട് തിരികെ വിളിക്കും. തിരികെ വിളിച്ചിങ്ങനെ സംസാരിക്കും. ഉദയേട്ടാ, മുന്നിൽ വന്ന ദേവതയെ പുറംകാലം കൊണ്ട് തട്ടി എറിയല്ലെന്ന് പറഞ്ഞു. ആര് തട്ടി എറിയുന്നടി? നമുക്ക് നമ്മുടേതായ വില വേണ്ടേ? അവള് നമ്മളെ വിശ്വസിക്കണ്ടേ? അല്ലെങ്കിൽ അവൾ ഓർക്കൂലേ ഈ കോടീശൻ എന്തിനാ ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്ര ആക്രാന്തം കാണിക്കണേന്ന്? അതല്ലല്ലോ കാര്യം, അറിയാലോ.
അവൾക്ക് ലൈസൻസിന് വേണ്ടല്ലേ, ആയിക്കോട്ടെ. പക്ഷേങ്കിലേ നമ്മൾ അവളെ തിരിച്ചു വിളിക്കാതിരിക്കുമ്പോഴത്തേനും അവൾ വീണ്ടും വിളിക്കും. അപ്പച്ചൻ ഞാൻ പറയും അതെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും 10 ലക്ഷം രൂപ എടുത്തു വെച്ചിട്ടുണ്ട് സാറേ, അത് തരാൻ വേണ്ടിട്ടാന്ന്. ഞാൻ പറയും നാളെ വരാൻ പറ്റില്ല, മറ്റന്നാളും അങ്ങനെ ആട്ടം ഞാൻ നോക്കാന്നൊക്കെ പറയും. അത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു എന്റെ മനുഷ്യ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പോ ആ പൈസ തരണ്ടെന്ന് വെച്ചാലോ കുറച്ച് ദിവസം കഴിയുന്തോറും പ്രശ്നവും. അങ്ങനെയാണെ പ്രശ്നമില്ല, ഞാൻ നോക്കട്ടെ, നാളെ പോയി വാങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സുകന്യ വിളിക്കുവാണ്. കണ്ടില്ലേ അവള് വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉദയഭാനു എടുത്തു. എന്താ സുകന്യ കാര്യം എന്താന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് തിരക്കിലായി പോയെന്ന് പറഞ്ഞു. അത് പിന്നെ ഉദയഭാനു സാറേ പണം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നോ? ഉദയഭാനു ഞെട്ടി. അതെ അതെ സുകന്യ, ഞാൻ അപ്പോഴൊരു ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ കമ്പനിക്കാരൊക്കെ ലൈസൻസ് വാങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണെന്ന് അറിയാലോ. അതുകൊണ്ട് സുകന്യക്ക് പണം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ സുകന്യ ചെയ്താൽ മതി. സാറേ എനിക്കൊരു കുറച്ച് ദിവസം കൂടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെ ഒത്തിരി ദിവസം ഒന്നും തരാൻ പറ്റില്ല, ഒരു 2 ദിവസം അതിനുള്ളിൽ പണം ഉണ്ടാക്കുവാണെങ്കിൽ ലൈസൻസ് കിട്ടും, അല്ലാതെ പിന്നെ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഉദയഭാനു കോള് കട്ട് ചെയ്തു. ആ സമയം ശ്രീകല വെച്ച് ഇനിയിപ്പോ എന്ത് ചെയ്യും, അവൾ ഉണ്ടാക്കും. അവള് പണം ഉണ്ടാക്കാൻ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ. അവൾക്ക് ആഡംബരമായിട്ട് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കൂട്ടത്തില. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആഡംബരത്തിന് വേണ്ടിയിട്ട് അവള് എന്ത് കാര്യങ്ങളും ചെയ്യും. ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ അങ്ങോട്ട് ഉയർന്നു പോകണമെന്ന് ആഗ്രഹമായിട്ടിരിക്കുന്ന അവള് ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കാനെ ഏതറ്റം വരെ പോകും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ശ്രീകലെ നീ ധൈര്യമായിട്ടിരിക്കുക, അവള് വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഉദയഭാനു. പിന്നീട് സുകന്യ നേരെ കൃഷ്ണമംഗലത്തിൽ നിന്ന് രാജശ്രീയെ അച്ഛനെ കാണുകയാണ്. അപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ. കോമതിയുടെ പേരിൽ നിന്ന് വീട് സ്ഥലമൊക്കെ എഴുതി മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലോ, അതിന് ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. രാജശ്രീ ചോദിച്ചു മുന്നൊരുക്കോ, അതെന്താ? അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു സ്വത്തിന്റെ പാതിന്ന്, എന്താ അത് തരില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്യുതനും രാജശ്രീയും പരസ്പരം നോക്കണം. നീ എന്താ സുകന്യ ഇങ്ങനെ പറയണേ? ഞങ്ങൾ പിന്നെ തരത്തില്ലേ, വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. അതെ ബിസിനസിന്റെ കാര്യങ്ങളും പണത്തിന്റെ കാര്യത്തിലൊന്നും സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കില്ലെന്നാ പറയണേ, അതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീ പോയി അച്യുതന്റെ കൈയെടുത്ത് സുകന്യയുടെ കയ്യിലേക്ക് വെച്ചു. പിന്നെ തന്റെ കൈയും കൂടെ വെച്ചിട്ട് പറഞ്ഞു ദേ സത്യമായിട്ട് പറയണം, ഈ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല, സ്വത്തിന്റെ പാതി ഉറപ്പായിട്ട് സുകന്യക്ക് തരും. വിശ്വാസം വന്നില്ലേന്ന് ചോദിച്ചു. വിശ്വാസമൊക്കെ ആയി, പക്ഷെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനും ചോദിച്ചു ഇനി എന്താ? അല്ല ഏതൊരു കരാർ ഉറപ്പിക്കുന്ന സമയത്തും ഒരു അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ നടത്തുമല്ലോ, അതുപോലെ ഇവിടെ എനിക്കൊരു അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അഡ്വാൻസോ? അതെ 10 ലക്ഷം രൂപ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അച്ഛനും ചോദിച്ചു ഇതെന്താ സുകന്യ ഇങ്ങനെ, ഞങ്ങൾ എന്താ നിനക്ക് അന്യാണെന്നൊക്കെ ചോദിച്ചു. അല്ല കാര്യമൊക്കെ കാര്യം തന്നെയാ, നമ്മൾ പല കള്ളത്തരങ്ങളൊക്കെ കൂട്ടു നിന്നിട്ടുണ്ട് ഒരുമിച്ച് ഒരേപോലെ തന്നെ, പല തന്ത്രങ്ങളും ഫലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, അറിയാലോ കാശിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞു. 10 ലക്ഷം തരാൻ ഒരുക്കുവാണെങ്കിൽ മാത്രം ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും, അഡ്വാൻസ് പേയ്മെന്റ് തരാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ട് തന്നെ നിർത്തിക്കോളാൻ പറഞ്ഞു, മറന്നേക്കാൻ പറഞ്ഞു. അതും പറഞ്ഞ് സുകന്യ അങ്ങ് നടക്കുന്ന സമയത്ത് അച്യുതൻ വിളിച്ചിട്ട് പറഞ്ഞു ശരി ഉറപ്പ്, ഞാൻ വാക്ക് തരുന്നു, അഡ്വാൻസ് ആയിട്ട് 10 ലക്ഷം രൂപ നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യക്ക് സന്തോഷമായി. സുകന്യ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ഗോമതി ശ്രീദേവിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ലേഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ശ്രീദേവി പറഞ്ഞു മതി അമ്മയെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിക്കണം എന്ന് പറഞ്ഞു, ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് വന്നു. അനുശ്രീച്ച് ഇതെന്താ അമ്മയെന്ന് ചോദിച്ചു. ഇത്തിരി അന്നേന്ന് പറഞ്ഞു. അനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് അയ്യേ ഇതെന്തൊരു വൃത്തിയായിട്ട ടേസ്റ്റ്, എന്തൊരു കയ്പാന്നൊക്കെ പറയണം. ആ സമയം ശ്രീദേവി പറഞ്ഞു അമ്മ എന്നെ കൊണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിക്കണം, ഇതേ കുഞ്ഞിന് വളർച്ചയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇത് കഴിച്ചാൽ മതിയാവളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും അങ്ങോട്ട് വന്നു. ആ സമയം മീനാക്ഷി ചോദിച്ചു എന്തിനാ അമ്മ ഇതൊക്കെ നിർബന്ധിച്ച് തീറ്റിപ്പിക്കുന്നത്, അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു. ഒരു 7 മാസമൊക്കെ കഴിഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. പറ്റില്ല ഇപ്പൊ തന്നെ വേണം, കുഞ്ഞിന് വെയിറ്റില്ലെങ്കിലേ ഇൻക്യുബാറ്ററി വെക്കൂന്ന് പറഞ്ഞു. ഇൻക്യുബാറ്ററിയോ? അതെന്ത് ബാറ്ററി അമ്മയെന്ന് അനുസരി ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര ഇൻക്യുബേറ്റർ അമ്മയെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അത് പിന്നെ ഞാൻ പറഞ്ഞപ്പോ ഇത്തിരി മാറിപ്പോയതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാരും കൂടെ ചിരിച്ചു. ഗോമതിക്ക് അത് ഫീൽ ആയിപ്പോയി. ഗോമതി പറഞ്ഞു ഓ എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇതേ ഇനി അമ്മ ആരും കളിയാക്കിയേക്കില്ല കേട്ടോ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങള് വെറുതെ പറഞ്ഞല്ലേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞതേ എനിക്ക് ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തരാനായിട്ട് ആരും എൻ്റെ അരിയിലില്ലായിരുന്നു, പക്ഷെ എന്റെ മോൾക്ക് ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഞാനിതെല്ലാം തയ്യാറായി കൊടുക്കണമെന്ന് പറയണം.
അത് കേട്ടപ്പോൾ ശ്രീദേവിക്കും ഭയങ്കര വിഷമമായിപ്പോയി. ശ്രീദേവി അടുത്തിരുന്ന് ഗോമതിയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് മീനാക്ഷി മിത്ര അവരെല്ലാരും കൂടെ അരിയിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി ഇതെന്താ, ഞങ്ങൾ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പറ്റില്ല, ഇതേ ശ്രീദേവിക്ക് മാത്രമേ ഉള്ളൂ, അവൾക്കുണ്ടാക്കി കൊണ്ടിരുന്ന സാധനങ്ങൾ വേറെ ആർക്കും തരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതെന്താ, ഇത്തിരി ഞങ്ങൾ ടേസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അനുസരിച്ച് ഇച്ചിരി കൊടുക്കമ്മേന്ന് പറഞ്ഞു. അങ്ങനെ മിത്രയ്ക്ക് ഇത്തിരി കൊടുത്തു. മിത്രയ്ക്ക് ഇറക്കാനും പറ്റില്ല, തുപ്പാനും പറ്റാത്ത അവസ്ഥ. അയ്യേ, ഇത്ര വൃത്തിയായിട്ട ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയണം. അത് കേട്ടപ്പത്തിന് എല്ലാരും കൂടെ ചിരിച്ചു. ആ സമയത്താണ് ബാലന്റെ വരവ്. അങ്ങനെ ബാലൻ 2 കവറില് കുറെ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നേ. അനുസരിച്ച് ചോദിച്ചു, ഇതെന്താ വെച്ചാൽ 2 കവറില്? അതെ, 2 കവറിൽ പലഹാരമുണ്ട്, ഒന്ന് ശ്രീദേവിക്കും ഒന്ന് നിങ്ങൾക്കെന്ന് പറഞ്ഞു. ഓ, ദേവി ചേച്ചിക്ക് ഇപ്പൊ സ്പെഷ്യൽ ആണോന്ന് ചോദിച്ചു. അതെ, ദേവിയുടെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് സ്പെഷ്യലാന്ന് പറഞ്ഞു. ദേവിമോളെ എന്തേലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെ പറയണോട്ടോ, അല്ല ഛർദിലോ കാര്യങ്ങളോ വല്ല ക്ഷീണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഛർദിലുണ്ട് ബാലച്ച, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ല അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകണം? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. അല്ല വേറെ എന്തേലും മേടിച്ചരാം, പുറത്തുനിന്ന് അങ്ങനെ എന്തേലും കരിക്കോ മറ്റോ. എന്റെ ബാലേട്ട, കഴിഞ്ഞ ദിവസം അല്ലേ ബാലേട്ടൻ 1 മാസത്തേക്കുള്ള കരിക്ക് മേടിച്ചോണ്ടെന്ന്, ഇനി എന്തിനാ എന്ന് ചോദിച്ചു. ഓ, അത് ശരിയാണല്ലോ അല്ലെ, എന്തേലും വേണേ പറഞ്ഞാൽ മതി എന്നൊക്കെ സേവിയോട് പറയാണ്. ആ സമയം ഉദയഭാനുവിന്റെ ശ്രീകലിന്റെ അടുത്തേക്ക് സുകന്യ എല്ലുവാണ്. സുകന്യ എന്ന് ഭാഗ്യനകത്തുനിന്ന് 10 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുവാണ്. 10 ലക്ഷം രൂപ, അവരുടെ കണ്ണ് തിളങ്ങി. പറഞ്ഞ എമൗണ്ട് ഉണ്ട്, അപ്പൊ ലൈസൻസിന്റെ കാര്യം ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ഓക്കെ ആന്ന്, ആ കൊറിയക്കാരനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഞാനും ധർമ്മേണ്ടും എന്നാ ഞങ്ങൾ സിംഗപ്പൂർക്ക് പോണേന്ന് ചോദിച്ചു. അത് ഒരു 10-20 ദിവസത്തിനുള്ളിൽ തന്നെ പോകാന്ന് പറഞ്ഞു. 20 ദിവസത്തിനുള്ളോ? അതേന്നെ, കൊറിയക്കാരൻ ഉഴാങ് തരണ്ടേന്ന് ചോദിച്ചു. ഉഴാങ്ങോ? അങ്ങനെയാണ് അയാളുടെ പേര്. കൊറിയയിലുള്ള ആൾക്കാരുടെയൊക്കെ പേര് അങ്ങനെയൊക്കെ തന്നെയാ. അത് കേട്ടപ്പോ സുകന്യക്ക് സന്തോഷമായി. 10-20 ദിവസത്തിനുള്ളിൽ താനും ധർമ്മേണ്ടും കൂടെ ഫ്ലൈറ്റ് കയറും എന്നൊരു ചിന്ത, പല സ്വപ്നങ്ങളും കാണുവാണ് സുകന്യ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.